ഇന്ന് വീണ്ടും ഒരു പച്ചക്കറിയായിട്ട് വന്നതാണ്. ഡെക്കിയ സാഗ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്ന, അപ്പോൾ കാണുന്നവർ അതുമായിട്ട് ലിങ്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. അത് ഇങ്ങനെ ഒടിച്ചെടുക്കണം. അതിൻ്റെ ചുരുളും അതിൻ്റെ ഇലയും എല്ലാം നമ്മൾ കുറേശ്ശെ ഓടിച്ചെടുക്കണം. അതിന് കത്തിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒടിച്ചാലിങ്ങ് വരും. അതിൻ്റെ താഴോട്ട് വരുമ്പം കട്ടിയുള്ള ഭാഗം നമുക്ക് വേണ്ട, ആ ബാക്കി ഉള്ളത് മാത്രം എടുക്കാം. ഇത് നമ്മുടെ കേരളത്തിൽ കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ വയനാട് സൈഡിലൊക്കെ കിട്ടുമെങ്കിലായി. ഇവിടെ ഇത് ഇഷ്ടം പോലെ കിട്ടും. ഈ ടീ ഗാർഡൻ സൈഡുകളിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തുകാർക്ക് ഇത് ഇഷ്ടമുള്ള ഒരു സബ്ജിയായത്. ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്നതായത്. വളരെ പോഷക ഗുണമുള്ള ഇലയാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരൊക്കെ. നമ്മുടെ കണ്ണിനൊക്കെ ആവശ്യമാകുന്ന വിറ്റമിൻസൊക്കെ ഇതിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അധികം ആൾക്കാർ ഇലവർഗ്ഗങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല രുചിയുള്ളൊരു സാധനമാണ്. നമുക്കൊന്നും ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാരുടെ കഴിക്കുന്ന കാര്യങ്ങളും ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാനിത് കാണിച്ചിട്ട് ഇത് ആരും ഉണ്ടാക്കാൻ ഒന്നും പോകുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടുത്തേന്ന് കാണിക്കുക. അപ്പോൾ ഞാനിതെല്ലാം കഴുകിയെടുത്ത് വൃത്തിയാക്കി ഇതിനി നമുക്ക് ചട്ടിയിലിടാം. അത് ചൂടായപ്പോൾ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു. ഇനി അതൊന്ന് നന്നായിട്ട് ചൂടാക്കണം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി, 5 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞു. ഇനിയിപ്പം അതങ്ങോട്ട് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അത് ഉരുളക്കിഴങ്ങ് ഒന്ന് വറുത്ത പോലെ ആക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റുണ്ട്. കാരണം അതിനകത്ത് ഇങ്ങനെ കുഴഞ്ഞു പോകത്തില്ല, നല്ലതായിട്ട് വേറെ വേറെ കിടക്കും. അത് ഉരുളക്കിഴങ്ങെല്ലാം അതിനകത്തോട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തിടാം. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഉണ്ടോ നല്ലൊരു പരുവാകുമ്പം നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള അതിൻ്റെ കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെളുത്തുള്ളി ഉണ്ടല്ലോ 4 അല്ലി വെച്ചിരിക്കുന്നത്, അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് ഇളക്കി അതും അതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് കഴിയുമ്പം ഈ ഇലയും നമുക്കങ്ങ് ഇടാം. ഇവിടെ നല്ല പച്ച ഇലയാണ്. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഇലയിൽ തന്നെ ഉണ്ട് വെള്ളമായ. അപ്പോൾ അതിൽ ആവിലിരുന്നത് എന്തോറും ആ പച്ചമുളകും കൂടെ വെച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് ഇരുന്ന് വെന്താൽ മതി. നമുക്ക് ഈ സമയം കൊണ്ട് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ചൂടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ചൂടാണ്. നാട്ടിലെ ചൂടിനെക്കാട്ടിൽ എപ്പോഴും ഒരു 4 ഡിഗ്രി കൂടുതലായിരിക്കും ഇവിടെ. എപ്പോഴും അങ്ങ് വേർപ്പാണ്. അപ്പോൾ ഞാൻ ഈ നാട്ടിലെ ചെറുനാരങ്ങ പോലെ ഇരിക്കും, പക്ഷെ ആ നാരങ്ങ അല്ല, മധുര നാരങ്ങയെന്ന് മറ്റോ പേര് പറയുമെന്ന് തോന്നുന്നതിന്. ഒരുപാട് കുരുവുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു മുറി നാരങ്ങ മതി ഒരു ഗ്ലാസ് വെള്ളത്തിന്. ഭയങ്കര പുളിയില്ല, ഒരു ചെറിയ മധുരമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ കുരു ഇങ്ങെടുത്ത് മാറ്റാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഇനി അതിലോട്ടൊരു ശകലം 2 കഷ്ണം മുളക് അരിഞ്ഞത്, കുത്തി അരിഞ്ഞത്, അതും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നല്ല ചൂടായതുകൊണ്ട് ഇച്ചിരി തണുപ്പിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് വീണ്ടും അതൊന്നും കൂടെ നന്നായിട്ട് അടിച്ച് യോജിപ്പിക്കുക. മധുരം ഉപ്പുമൊക്കെ പാകത്തിനുണ്ട്.
ഉണ്ട്. അതിലേക്ക് ഇച്ചിരി ഈ സാധനത്തിൻ്റെ പേരാണ് എന്ത് പറയുന്നത്, കശ്കശ് എന്നും പറയും. അത് ഞാൻ വെള്ളത്തിലിട്ട് ഇങ്ങനെ കുതിർത്ത് വെച്ചേക്കും, കൂടെ നാരങ്ങ വെള്ളത്തിലിടാൻ. എനിക്ക് വലിയ ഇഷ്ടമാണ് അത്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അടിച്ച് യോജിപ്പിച്ച് കുടിക്കാം. നല്ല സൂപ്പർ നാരങ്ങ വെള്ളം. ഞാൻ നാട്ടിൽ ചെല്ലുമ്പം വീട്ടിലെ നാരങ്ങ വെള്ളത്തെക്കാട്ടിൽ എനിക്കിഷ്ടം വെളിയിൽ പോയി കുടിക്കാനാണ്. കാരണം അവിടെ ഇതുപോലെ ഉണ്ടാക്കി തരും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീടുകളിലൊക്കെ. നല്ല ചൂട് സമയത്ത് ശരീരത്തിനും നല്ലതാണ്. ഈ കശ്കശ് എന്ന് പറയുന്ന സാധനം ശരീരത്തെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡെക്കിയ സാഗ് ഇപ്പോൾ പരുവായി കാണും, നമുക്ക് നോക്കാം. അത് നമുക്ക് ശരിയായിട്ടുണ്ട്. ഇപ്പോഴും കണ്ടോ, അതിൻ്റെ ആ പച്ച നിറമൊന്നും മാറത്തില്ല, അങ്ങനെ ഇരിക്കും. അതിൻ്റെ വിറ്റമിൻസ് ഒന്നും അധികം നഷ്ടപ്പെടത്തില്ല. ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ പച്ചിലകളാണ്. ഡെക്കിയ സാഗ് ബാജി റെഡി ആയിട്ടുണ്ട്. സാധനം അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.